പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരനും പ്രാസംഗികനുമാണ് ഫെലിസ് ലിനാർഡോ ബുസ്ഗാലിയ. അദ്ദേഹം താൻ എങ്ങനെയാണ് പ്രശസ്തനായി മാറിയത് എന്ന് വിവരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു നല്ല വായനക്കാരനായിരുന്നു. അദ്ദേഹം മക്കളോട് ആവശ്യപ്പെട്ടത് എല്ലാ ദിവസവും നിങ്ങൾ പുതിയ അറിവ് സമ്പാദിക്കണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പുതിയ ഒരു അറിവ് നേടാതെ ഒരു ദിവസം ഒരു മനുഷ്യൻ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ചിലവാക്കുകയാണ് എങ്കിൽ അയാളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയാണ് അത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അതുകൊണ്ട് മക്കളോട് ആവശ്യപ്പെട്ടത് ഒരു പുതിയ അറിവ്, ഓരോ ദിവസവും ഒരു പുതിയ അറിവ് സമ്പാദിക്കുക. ആ അറിവ് അത്താഴ സമയത്ത് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു പുതിയ അറിവ് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിതാവിന് ഒരു പുസ്തക ശേഖരമുണ്ട്. ആ പുസ്തക ശേഖരത്തിൽ പോയി ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിച്ച് അതിൽ നിന്നും പുതിയ അറിവ് സമ്പാദിച്ച് അത് ആ അത്താഴ സമയത്ത് ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അന്ന് ഭക്ഷണം കൊടുക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണം ഇല്ല കഴിക്കാതെ പോയി കിടന്നുറങ്ങേണ്ട അവസ്ഥയാണ്. ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി മക്കൾക്കൊക്കെ വളരെ പ്രയാസമുള്ളതായി മാറി. കാരണം എല്ലാ ദിവസവും വായിക്കണം, പുതിയ അറിവ് സമ്പാദിക്കണം. പക്ഷെ ആദ്യം വളരെയധികം വെറുപ്പ് തോന്നിയെങ്കിലും പിന്നീട് മറ്റുള്ളവരുമായിട്ട് സംവദിക്കാനും അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയാനൊക്കെ ഈ ഒരു അറിവിലൂടെ, ഈ ഒരു പ്രവൃത്തിയിലൂടെ നേടിയ അറിവുകൾ അവരെ സഹായിച്ചു. അങ്ങനെയാണ് താൻ ഒരു പ്രാസംഗികനായി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായി മാറിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പല പ്രവൃത്തികളും അങ്ങനെയാണ്. മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ആദ്യമൊക്കെ ചിലപ്പോൾ നീരസം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയോ ഒക്കെ പ്രവർത്തനങ്ങൾ ആദ്യം നമുക്ക് ഭയങ്കര നീരസമായിരിക്കും. പക്ഷേ പിന്നീട് അത് നമുക്ക് മൂല്യമുള്ളതായിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്നതായി മാറും. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ശീലങ്ങൾ നമ്മൾക്കും നമ്മളുടെ കുട്ടികൾക്കും വരും തലമുറയ്ക്കും ഉപകാരമുള്ളതാകട്ടെ. ഹാവ് എ നൈസ് ഡേ.